ഇപ്പോൾ കോട്ടയം കളക്ടർ സംസാരിക്കുന്നു, അതിലേക്ക്. ടോയ്ലറ്റാണ് അപകട നിലയിലേക്ക് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. ആ സ്ലാബുകൾ താഴേക്ക് അടർന്നു വന്നതിൻ്റെ ഭാഗമായി 14-ാം വാർഡ്, തൊട്ട് താഴത്തെ നിലയിലെ 14-ാം വാർഡിലെയും 11-ാം വാർഡിലെയും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 11-ാം വാർഡിലെയും സ്ലാബുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. സാർ, ഈ ബിൽഡിങ് ഓൾറെഡി ഡാമേജ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ സ്ഥാപനങ്ങളുടെ റെക്കോർഡുകളിൽ പോലും ഉണ്ട്. അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ അതും കൂടെ പരിശോധിക്കും. ഇത്ര വർഷമായി എന്നുള്ളത് പരിശോധിച്ചിട്ട് ആയിരിക്കും ബാക്കി തീരുമാനിക്കും. സാർ, ഏതൊക്കെ വാർഡിൽ നിന്നുള്ള എൻട്രിയാണ് ഇവിടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നുള്ള തീരുമാനം? ഇവിടെ ഒരു വാർഡിലേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നില്ല. ഇവിടെ ഈ അപകടം നടന്ന സമയത്ത് ഞാനിതിപ്പോൾ മനസ്സിലാക്കുന്നത്, ഈ കാണുന്ന നമ്മൾ തൊട്ട് മുന്നിൽ കാണുന്ന ആ കെട്ടിടവും പിറകിൽ കാണുന്ന കെട്ടിടവും പിന്നെ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറും പിന്നെ അവിടെ കാണപ്പെടുന്ന ഒരു നടപ്പാതയുമായിട്ട് ഇത് എൻക്ലോസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് പെട്ടെന്ന് അപകട പ്രതിസന്ധിയിൽ ഒരു വാഹനം വന്ന് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ബാത്റൂമൊക്കെ ഉപയോഗത്തിലുള്ള ബാത്റൂമായിരുന്നു അല്ലേ? ബാത്റൂം ഈ ഉപയോഗത്തിലുള്ള ബാത്റൂം അല്ല, എല്ലാത്തിലും ഇല്ല. 10-ാം വാർഡിൽ മാത്രം 10-ാം വാർഡിൽ മാത്രമാണ് അത് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ബാക്കി 2 വാർഡുകളിൽ അതിൻ്റെ തെക്കേ അറ്റത്ത് പുതിയ ബാത്റൂമുകൾ പുതിയ ബാത്റൂമുകളാണ് രോഗികൾ ഉപയോഗിച്ചിരുന്നത്. അതായത് അവിടെ ഡോക്ടറുമായി സംസാരിച്ചപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന രോഗികളാണ് 10ലേക്ക് പ്രധാനമായും അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് അത്രയും ദൂരം പോയി അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് താൽക്കാലികമായി അത് തുറന്നു കൊടുത്തതെന്നാണ് ബന്ധപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, 10-ാം വാർഡിൽ പ്രവേശനം നിരോധിച്ചിരുന്നില്ല. അത് പിന്നെ അതിൻ്റെ ടൈൽസ് എല്ലാം ഇളകി കിടന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ പുതിയ ബാത്റൂം അങ്ങേ സൈഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തത്. അല്ല, അത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ബലക്ഷയത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ടെക്നിക്കലി ആളല്ല. അത് ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD ബിൽഡിങ്ങുമായിട്ട് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് പ്രാഥമികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാം എന്ന് ആശുപത്രി അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല. അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്ന രോഗികളെ സംബന്ധിച്ച് അപ്പുറത്തെ സൈഡിൽ ബാത്റൂം ഉണ്ടെങ്കിലും ഇത്രയും ദൂരം പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ആശുപത്രി അങ്ങനെ ഒരു സംവിധാനം ചെയ്തു കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താഴത്തെ നിലകൾ ഈ പറയുന്ന എൻ്റെ നേരെ താഴെയുള്ള നിലകളിലൊന്നും തന്നെ ബാത്റൂം തൊട്ട് താഴെ ഉള്ള നിലകളിൽ പ്രവർത്തിച്ചിരുന്നില്ല. അവർക്ക് വേറെ ബാത്റൂം ഉണ്ട്. സാർ, ഈ താഴത്തെ നിലകൾ അപകടാവസ്ഥയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിലത്തെ നില നിർബന്ധപൂർവ്വം അവിടേക്ക് താഴത്തെ നിലയല്ല അപകടാവസ്ഥയിലായത്. ആദ്യം അപകടാവസ്ഥയിലായത് മുകളിലത്തെ നിലയാണ്. 10-ാം അത് ഇന്നലെയല്ലേ അപകടാവസ്ഥയിലായത്, പിന്നെ തുറന്നില്ലല്ലോ. അതെ, ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. സൂപ്രണ്ട് പറഞ്ഞത് 100% സത്യം തന്നെ. 10 മാത്രം, മറ്റത് ഓൾറെഡി ബ്ലോക്ക്ഡ് ആണ്. സൂപ്രണ്ട് പറഞ്ഞ സത്യമാണ്. പക്ഷേ രോഗികളുടെ നിരന്തരമായ ആവശ്യം, അവർക്ക് ഇത്രയും ദൂരം പോകാനുള്ള അടുത്ത ഏതോ ഒരു ദിവസങ്ങളിലാണ് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. രോഗികളുടെ ആവശ്യപ്രകാരം അവരാണല്ലോ ഇതിന്റെ ബെനിഫിഷ്യറി, അവർക്ക് ബെനിഫിറ്റ് കിട്ടേണ്ടത് അവരാണല്ലോ. രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളൊരു ആരോപണം ഒരു കാരണവശാലും ഇല്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ഈ JCB അല്ല ഇന്നലെ വന്നത്, ഹിറ്റാച്ചിയാണ്. ചെറിയ സാധനങ്ങളാണ് വന്നത്. ആ ഹിറ്റാച്ചി കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയം മാത്രമാണ് നമുക്ക് ഇതിനകത്തുണ്ടായ ഒരു അപാകതയല്ല. കാരണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനം സ്പോട്ടിൽ എത്തിക്കേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണല്ലോ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പോലും അവരൊന്നും ചെയ്യാതെ നടക്കുന്നതല്ലാതെ അല്ല, വാർഡിൽ നിന്നുള്ളവരെ മാറ്റുന്നതിൽ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. ശരിയാണ്. നോക്ക്, ഇതിനകത്ത് രാഷ്ട്രീയമല്ല. മനസ്സിലായില്ല. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നൊരു അന്താളിപ്പ് എല്ലാ അപകടം നടക്കുന്ന സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അത് തിരിച്ചറിഞ്ഞാലല്ലേ ബാക്കി രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അത് മാത്രമേ ഉള്ളൂ.
അല്ല, അതൊക്കെ തെറ്റായിട്ടുള്ള അവർ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഫയർ ഓഫീസർ അല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. ഓക്കെ. ഈ സാർ ഈ ഹിറ്റാച്ച് ഉൾപ്പെടെ സംഭവങ്ങൾ ആശുപത്രികളിലുള്ളിലേക്ക് ഈ ഫയർ ന്യൂസിൽ അങ്ങനെ എന്തെങ്കിലും ചട്ടമുണ്ടോ ഇത്തരത്തിൽ കടന്നു വരാൻ വാഹനത്തിന് കടന്നു വരാൻ അടിയന്തര സാഹചര്യങ്ങൾ? പഴയ കാലത്ത് ബിൽഡിംഗ് ആണിത്. ആ സമയത്ത് ഇത്തരം ചട്ടങ്ങളൊന്നും നിലവിൽ അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ KMBR ആക്ട് അനുസരിച്ച്, കേരള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട് ഇങ്ങനെ കടന്നു വരത്തക്കോണുള്ള സംവിധാനം ആര് കെട്ടിടം ഉണ്ടാക്കണമെന്ന് നിലവിൽ നിയമമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് പരിശോധന നടത്തണമെങ്കിൽ ബന്ധപ്പെട്ട എഞ്ചിനീയറുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതിനെ ബോധ്യപ്പെട്ടാൽ അതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമുണ്ട്. ഏതാ? തീർച്ചയായും. എനിക്ക് 7 ദിവസത്തെ സമയമാണ് തന്നിരിക്കുന്നത്. അതിനിടയിൽ ഞാനത് പൂർത്തിയാക്കും. നോക്കാം, അത് ഞാൻ പരിശോധിക്കാം. നമുക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇയർ ഏതാണ്, പിന്നെ ഇതിനകത്ത് പെർമിറ്റ് കൊടുത്തിരിക്കുന്ന ഇയർ ഏതാണ്, ഇതൊക്കെ പരിശോധിക്കണ്ടേ. പരിശോധിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. വേറെ കാര്യം, ഈ അപകടം നടന്നുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ മാറ്റുന്നു, ബാക്കി സംവിധാനങ്ങളൊക്കെ മാറ്റുന്നു. അല്ല, മുഴുവൻ ആൾക്കാരെയും മാറ്റി കഴിഞ്ഞു. കാലത്ത് തന്നെ പണിത പല ഹോസ്റ്റലുകളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോഴും പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുക, ഇതിനെക്കുറിച്ച് വിശദമായൊരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്താനായിട്ട് ഇന്നലെ തന്നെ തീരുമാനമായിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളെക്കുറിച്ച് ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജില്ലയിൽ മുഴുവൻ കിട്ടും ഈ നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ആദ്യം. ഓക്കെ, താങ്ക് യു.